ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി തന്തൂരി ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ചിക്കന് ചെറിയ പീസാക്കിയിട്ട് കഴിച്ച് വെള്ളമൊക്കെ പോകാൻ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മൾ ഏത് പാത്രത്തിലാണ് മാരിനേറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റുക. അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. 3 ടീസ്പൂണ് തന്തൂരി മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഓയിൽ എത്തുന്ന വിധത്തിൽ ചിക്കൻ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിം എടുത്തിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം അടുക്ക് പിടിച്ച് പോകും. അപ്പോൾ തുറന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് എല്ലാം അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വറ്റി വന്ന് ഇങ്ങനെ ഡ്രൈ ആകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും ബ്രെഡും ഇതുപോലെ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വേറെ ഒന്നും ഈ റോളിലേക്ക് നമുക്ക് ആവശ്യമില്ല. ഉണ്ടാക്കാൻ എളുപ്പമാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ എന്നിട്ട് ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൽ കുറച്ച് മയോണൈസ് ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലൻസ് ഈ ബ്രെഡിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനെടുത്ത ബ്രെഡ് ഫുള്ള് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച റോള് ഈ മൈദയിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാൻ മുട്ട എടുക്കാത്തതിൻ്റെ കാരണം മുട്ട എടുത്തിട്ടാകുമ്പോൾ നമ്മൾ എണ്ണ പിന്നെ നമ്മൾ ഒരിക്കൽ ഫ്രൈ ചെയ്താൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഈ മുട്ടൻ്റെ ഇതുള്ളതുകൊണ്ട് എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരികയും ചെയ്യും. അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മുട്ട എടുക്കാത്തത്. ഞാൻ ഉണ്ടാക്കുന്ന ഏത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്ന കടിക്കും ഇതുപോലെ മൈദയിലാണ് ഡിപ്പ് ചെയ്തെടുക്കൽ. ടേസ്റ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്സിയുടെ കാര്യത്തിലോ സ്നാക്ക് ഫ്രൈ ചെയ്താൽ നല്ല ക്രിപ്സി ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ക്രിപ്സിയാണ്. അങ്ങനെ ഞാനെല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ നമ്മളെല്ലാവരും തന്തൂരി ചിക്കൻ കഴിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മസാലക്ക്. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇഫ്താറിന് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. ഇഫ്താറിന് പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ റംസാനിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാം. എന്നിട്ട് അതിലൊക്കെ നിങ്ങളെ കമൻറ്റും അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പം ഞാൻ എൻ്റെ സ്നാക്കൊക്കെ ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. ഇതുണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ. ബൈ ബൈ.